أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا لمصنف الكتاب شارحيه وحشيه وسائر المصنفين. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ദർസിന്റെ ഫായിദ താമാകണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞതും നോക്കണം, വരാനുള്ളതിനെ പറ്റി നോക്കണം, ഹാഷി നോക്കണം, തഖരീറും നോക്കണം, എല്ലാം നോക്കണം. അപ്പോഴേ ഇതിലൊക്കെ ഫായിദ താമാകുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ദർസ് ഇങ്ങനെ എടുക്കുക, നിങ്ങളൊരു വട്ടം കേൾക്കുക, അങ്ങനെയൊക്കെ ആയാല് ഒരേ പോക്ക് ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് ആഴ്ചയിലും തഖരീറിലും ഉള്ളതെല്ലാം എന്ന് പറയാൻ നമ്മളെ ദർസ് ഒഴിവുണ്ടാവില്ല. അപ്പൊ നമ്മള് മുന്നോട്ട് പോകൂല. നിങ്ങൾ നല്ലോണം നോക്കിക്കോളി, ആഴ്ചയിലുള്ളത് നോക്കിക്കോളി, തഖരീറിലുള്ളത് നോക്കിക്കോളി. ഏതായാലും തുടങ്ങുക. وكونه غير فرع പിന്നെ മഖീസ് അലൈഹിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് അത് ഫർആകാതെക്കുക. ഇദാ ലം യദ്ഹർ ലിൽ വസതി ഫായിദത്തുൻ. ഫർആകാതെക്കുക എന്ന് പറഞ്ഞാൽ മഖീസാകാതെക്കുക. മഖീസ് അലൈഹിക്ക് അസ്ല് അറിയും, മഖീസിന് ഫർഅ എന്നറിയും. അതാണല്ലോ ഫുഖഹാഇന്റെ ഇസ്തിലാഹിനോടൊക്കെ യോജിച്ച, ഇത്ലാഖിനൊക്കെ ധാരാളം യോജിച്ചതായിരിക്കുന്ന ഇസ്തിലാഹ് അതാണ്. അപ്പോ മഖീസ് അലൈഹി ഫർആകാതെക്കുക പറഞ്ഞാൽ മഖീസാകാതെക്കുക, മഖീസ് അലൈഹി മഖീസാകാതെക്കുക. ഇദാ ലം യദ്ഹർ ലിൽ വസതി ഫായിദ, ഇദാ ലം യദ്ഹർ ലിൽ വസതി, വസത്തിന് ഫായിദ വാഹിറായിട്ടില്ലെങ്കിൽ. വസത്ത് എന്ന് പറഞ്ഞാല് സാക്ഷാൽ മഖീസ് അലൈഹിന്റെയും സാക്ഷാൽ മഖീസിന്റെയും ഇടയിലുള്ളതായിരിക്കുന്ന പിന്നെ മഖീസ് അലൈഹികൾ, അതാണ് വസത്ത്. വസത്തിന് ഫായിദ വാഹിറായാൽ എന്ത് ചെയ്യാം? പിന്നെ മഖീസ് അലൈഹി മറ്റൊരു ഖിയാസിൽ മഖീസാവാം. വാഹിറായില്ലെങ്കിൽ, ഫായിദ വാഹിറായില്ലെങ്കിലോ പറ്റൂല. ഫൈൻ ളഹറത് ജാസ കൗനുഹു ഫർആ. ഫൈൻ ളഹറത് ഫായിദത്തുൻ ലിൽ വസതി ജാസ കൗനുഹു ഫർഅൻ, ജാസ കൗനുൽ മഖീസി അലൈഹി മഖീസാ. വഖീല യുശ്തറതു കൗനുഹു ഗൈറ ഫർഇൻ മുത്ലഖാ. വഖീല, ഒരു കീല അതിന്റെ എതിരിൽ എന്താ? മഖീസ് അലൈഹി എന്തായാലും മഖീസാകാൻ പറ്റൂല. വസത്തിന് ഫായിദ വാഹിറായാലും പറ്റൂല. അതാണ് കീല്. വൈത്തബത് എന്താണ്? വസത്തിന് ഫായിദ വാഹിറായാൽ മഖീസ് അലൈഹി മഖീസാകാൻ പറ്റും, ലാഹിറായില്ലെങ്കിൽ പറ്റൂല. ലാഹിറായതിന്റെ ഉദാഹരണം, ലാഹിറാകാത്തതിന്റെ ഉദാഹരണം ഷറഹിൽ വരാൻ പോകുന്നുണ്ട്. വഇല്ലാ ഫൽഇല്ലതു ഫിൽ ഖിയാസൈനി. വഇല്ലാ ഐ വഇല്ലം യുശ്തറത് കൗനുഹു ഗൈറ ഫർഇൻ ബിഅൻ ജാസ അൻ യകൂന ഫർആ. മഖീസ് അലൈഹി ഫർആകാൻ പാടില്ല എന്നുള്ള ഷർത്തില്ലെങ്കിൽ അപ്പൊ പിന്നെ മഖീസ് അലൈഹി ഫർആകാൻ പറ്റും. അങ്ങനെ ഫർആയാല്
രണ്ടാലൊരു മഹദൂർ, മുമ്പ് പറഞ്ഞതുപോലെ രണ്ടാലൊരു മഹദൂർ ഉണ്ടാകും. ഒന്നൂക്കൊരു രണ്ടാമത്തെ ഖിയാസിന് ഫായിദ ഇല്ലാതിക്കുക എന്നുള്ള മഹദൂർ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഖിയാസ് മുന്നഖിദാകാതിക്കുക എന്നുള്ള മഹദൂർ. കാരണം രണ്ടിലുള്ളതായിരിക്കുന്ന ഇല്ലത്ത് രണ്ടും ഒന്നാണെങ്കിൽ രണ്ടാമത്തെ ഖിയാസിന് ഫായിദ ഇല്ല. അല്ല, രണ്ടിലും രണ്ട് ഇല്ലത്ത് രണ്ടാണെങ്കിൽ രണ്ടാമത്തെ ഖിയാസ് മുന്നഖിദാകൂല എന്ന ഫായിദ എന്ന പ്രശ്നം വരും. വയില്ല ഐ വയില്ലം യുഷ്തറത്ത് കൗനുഹു ഗൈറ ഫർഇൻ, ഫറാകാതിക്കല് ഷർത്തല്ല. അപ്പൊ ഫറാവാം എന്ന് വന്നാൽ ഫൽ ഇല്ലത്തു ഫിൽ ഖിയാസൈനി ഇനിത്തഹദത്, രണ്ട് ഖിയാസിലുള്ള ഇല്ലത്ത് ഒന്നാണെങ്കിൽ കാനത്താനി ലഗ്വാ, രണ്ടാമത്തെ ഖിയാസ് ലഗ്വാവും. ഏതുപോലെ മുമ്പ് കഴിഞ്ഞതാണൊക്കെ. നമ്മളെന്ത് ചെയ്തു? കുളിനോട് ഖിയാസ, നിസ്കാരത്തിനോട് ഖിയാസാക്കി. എന്തിനെ? വുദൂവിനെ. നിയ്യത്ത് ഷർത്താണ് എന്നുള്ള വിഷയത്തില് ഏത് ജാമ്യ കൊണ്ട്? രണ്ടും ഇബാദത്താണ് എന്നുള്ള ജാമ്യ കൊണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെന്ത് ചെയ്തു? വുദൂവിനെ കുളിന്റെ മേലില് ഖിയാസാക്കി. അപ്പൊ നമ്മൾ പറയും രണ്ടാം ഖിയാസിന് ഒരു കാര്യമില്ല, നേരെ കുളിനെന്ത് ചെയ്താ പോരെ? നിസ്കാരത്തിനോടാണ്ട് ഖിയാസാക്കിയാ പോരെ. ഇല്ലത്ത് മുഖ്തലിഫാണെങ്കിലോ രണ്ടാമത്തെ ഖിയാസ് മുന്നഖിദാവൂല. അതിന്റെ ഉദാഹരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റത്ഖിനോട്, അതായത് ജിമാഇന്റെ മഹല്ല് ലഹ്മ് കൊണ്ട് അടഞ്ഞു പോകലിനോട് ജബുദ്ദക്കറിനെ, ദക്കർ കുടിക്കപ്പെടലിനൊക്കെ ഖിയാസാക്കി. രണ്ടും നിക്കാഹിനെ ഫസ്സുൽ നിക്കാഹിനെ സുബൂത്താക്കുന്ന ഇതാണ്, അയിബാണ് എന്നുള്ള വിഷയത്തില്. ജാമ്യ എന്താണ്? രണ്ടുകൊണ്ടും ഇസ്തിൽദാദ് നഷ്ടപ്പെടും, ഇസ്തിംതാഅ് നഷ്ടപ്പെടും. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? ആ ഇതിനോട് റത്ഖിനോട് എന്തിനാണ് ഖിയാസാക്കി? ജുദാമിനെ ഖിയാസാക്കി. ഏത് വിഷയത്തില്? രണ്ടും ബൈഇല് ഖിയാറിനെ സുബൂത്താക്കുന്നതാണ്. ഒരാളൊരു അടിമനെ വാങ്ങി, ആ അടിമനെ വാങ്ങി നോക്കുമ്പോ അടിമ എന്താണ്? മജ്ബൂബാണെങ്കിൽ ഐബ് ഉണ്ടാവും. പിന്നെ ഓന് ഐബ് എന്താക്കാം? ബൈഇനെ ഫസ്ഖ് ചെയ്യാം. കാരണം അതുകൊണ്ട് ഖീമത്ത് കുറയും, വില കുറയുന്നു മാത്രല്ല, ഓന് അടിമയാണെങ്കിൽ അടിമ ഫഅലാണെങ്കിൽ ഓന് കുട്ടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ സയ്യിദിന്റെ എന്തായിരിക്കും? അടിമ കുട്ടികളാവും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ മാതിരി ബറസായാലും അങ്ങനെ തന്നെയാണ്. ഒരടിമനെ വാങ്ങി അല്ലെങ്കിൽ ഒരു അമത്തിനെ വാങ്ങിയപ്പം ബറസ് കണ്ടാൽ ഐബ് ഖിയാറിനെ സുബൂത്താക്കണ ഐബാണ്. അപ്പൊ അതാണ് അവിടെ ഉള്ള ഇല്ലത്ത്. ഏത്? രണ്ടും ബൈഇല് ഖിയാറിനെ സുബൂത്താക്കുന്നതാണ് എന്നുള്ളതാണ്. എന്നല്ലാതെ രണ്ടാമത്തേൽ എന്തില്ല? ഇസ്തിംതാഅ് ഫൗത്താകുക എന്നുള്ളതില്ല. ഒന്നാമത്തെ ഖിയാസിലെ ഇസ്തിംതാഅ് ഫൗത്താകുക എന്നുള്ളതുള്ളൂ. അപ്പൊ രണ്ട് ഖിയാസിലും രണ്ട് ഇല്ലത്തായാൽ ഖിയാസും ചെയ്യൂല, രണ്ടാം ഖിയാസ് മുൻഅഖിദാവൂല. രണ്ടിലും ഇല്ലത്ത് ഒന്നാണ് ആയാലോ രണ്ടാം ഖിയാസിന്റെ ആവശ്യമില്ല. ഇതാണ് ഏത് ദലീല്. وإلا فالعلة في القياسين إن اتحدت كان الثاني لغوا أو اختلفت كان الثاني غير منعقد كما تقدم. ودفع المصنف ذلك، دفع المصنف تفعيل ذلك، ذلك التعليل، تعليل لمصنف دفع جيدو بأنه قد يظهر للوسط الذي هو الفرع في الأول والأصل في الثاني مثلا فائدة. ചിലപ്പം ചെയ്യും വസത്തിന് ഫായിദ ളാഹിറാവും. ഏത് വസത്ത്? അത് ഒന്നാമത്തെ ഖിയാസിന് മഖീസുമാണ്, രണ്ടാമത്തെ ഖിയാസിന് മഖീസ് അലൈഹിയുമാണ്. മസലൻ ഈ അവല് ഖാനി എന്നുള്ളതൊക്കെ മസല്. അപ്പോ
അവല് ഫറാണ്, സാനിയില് അസുലുമാണ്. അല്ലെങ്കിൽ സാനിയില് ഫറ പിന്നെ സാനിയില് പിന്നെ സാലിസില് സാലിസില് അത് പിന്നെ അസുലാണ്. പിന്നെ സാനിയിൽ അത് ഫറവുമാണ്. അങ്ങനത്തെ. അപ്പൊ മസല എന്ന് പറഞ്ഞാൽ എന്തിനോട് ബന്ധിച്ചതാണ്? അവലിനോടും സാനിനോടും ബന്ധിച്ചതാണ്. അപ്പൊ അവല് സാനി എന്നുള്ള ഒരു ഉദാഹരണം. ഫായിദത്തുൻ കമാ യുഖാലു അത്തുഫാഹു റിബവിയുൻ ഖിയാസൻ അല സബീബ്. തുഫാഹ് റിബവിയാണ്. ഇതിനോട് ഖിയാസാക്കിയിട്ട് സബീബിനോട് ഖിയാസാക്കിയിട്ട്. സബീബ് റിബവി ആയതുപോലെ തുഫാഹ് റിബവിയാണ്. എന്താ ജാമ്യ ത്വഅ്മി, രണ്ടും ഭക്ഷ്യവസ്തുവാണ് എന്നുള്ള ജാമ്യ. വസ്സബീബ് റിബവിയുൻ, സബീബ് റിബവിയാണ്. ഖിയാസൻ അല തംരി, തംറിനോട് ഖിയാസാക്കിയിട്ട്. ബിജാമ്യ ത്വഅ്മി മഅൽ ഖൈലി, സബീബിലും തമ്രിലും രണ്ടിലും എന്താണ്? രണ്ടും ഭക്ഷ്യസാധനാണ് എന്നുള്ളത് കൊണ്ട് രണ്ടും അളവ് കൊണ്ട് ക്രയവിക്രയം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതുകൊണ്ട്. സബീബിനെ വിൽക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ഒക്കെ അത് അളത്തം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ തമ്രും അങ്ങനെ തന്നെ. അതുകൊണ്ടല്ലോ തമ്ര് സാഴ് മുദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കാക്കുന്നത്. അപ്പൊ രണ്ടും മക്കീൽ തന്നെയാണ്. തുഫാഹ് അങ്ങനല്ല. തുഫാഹ് ഭക്ഷ്യവസ്തുവാണ്. അത് പിന്നെ അളക്കണ സാധനമല്ല. അത് വിൽക്കുമ്പോ എണ്ണികാണ്ടാ വിൽക്കുക. പിന്നെ അപ്പോ കൈലി വത്തമ്രു റിബവിയും ഖിയാസൻ അലൽ അറുദി ബിജാമിഇ തുഅ്മി വൽ കൈലി മഅൽ ഖൂതി. തമ്ര് റിബവിയാണ് ഇതിനോട് ഖിയാസായിട്ട്, അരിനോട് ഖിയാസായിട്ട്. എന്താ ജാമ്യ? രണ്ടും ഭക്ഷ്യ പദാർത്ഥാണ്. രണ്ടും അളവ് കൊണ്ട് ക്രയവിക്രയം ചെയ്യപ്പെടുന്നതാണ്. രണ്ടും മുഖ്യ ആഹാരവുമാണ് എന്ന്. വലറുദു റിബവിയുൻ ഖിയാസൻ അലൽ ബുർരി, അറുദ് അരി റിബവിയാണ് ബുറിനോട് ഖിയാസായിട്ട്. ബിജാമിഇ ത്വഅ്മി, രണ്ടും ഭക്ഷ്യവസ്തുവാണ്. രണ്ടും എന്താണ്? അളക്കപ്പെടുന്നതാണ്. രണ്ടും ഗാലിബ് കൂത്തുവാണ്. വെറും ഭക്ഷ്യവസ്തുവാണ് എന്ന് മാത്രമല്ല, അത് എന്താണ്? മികച്ച ഭക്ഷ്യവസ്തുവാണ്. ബുറാണെങ്കിലും അറുതാണെങ്കിലും ഒക്കെ. അപ്പൊ ഇവിടെ ഇപ്പോ ഇതുപോലെ ഖിയാസ. ഈ ഖിയാസിന് സാക്ഷാൽ ഉദ്ദേശം എന്താണ്? ബുറിനോട് ഖിയാസാക്കി തുഫാഹിൽ റിബവിയത്തിനെ തുബൂത്താക്കലാണ് ഇവിടെ സാക്ഷാൽ ഉദ്ദേശം. അപ്പോ സാക്ഷാൽ മഖീസ് അലൈഹി ഏതാണ്? ബുറാണ്. സാക്ഷാൽ മഖീസ് ഏതാണ്? അത് പിന്നെ തുഫാഹുമാണ്. അതിന്റെ അടിയിലുള്ളതൊക്കെ വസത്തുകളാ. ആ വസത്തുകൾക്ക് ഇപ്പൊ ഇവിടെ ഈ പിന്നെ ഫായിദ ഉണ്ട്. എന്താ ഫായിദ? പിന്നെ തുഫാഹ് ബുറിനോട് പിന്നെ സാമ്യപ്പെട്ടിരിക്കുന്നത് ഏതിൽ മാത്രമാണ്? അത് പിന്നെ രണ്ടും ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളതിൽ മാത്രമേ സാമ്യപ്പെട്ടിട്ടുള്ളൂ. അതേസമയം സബീബ് ഭക്ഷ്യവസ്തുവാണ് എന്നും മക്കീലാണ് എന്നും. തമ്ര് അത് ഭക്ഷ്യവസ്തുവാണ്, പിന്നെ ഭക്ഷ്യവസ്തുവാണ്, അളക്കപ്പെടുന്നതുമാണ്. അത് മുഖ്യ പിന്നെ ആഹാര പദാർത്ഥമാണ്. അതായത് ചില ചില നാട്ടുകാരൊക്കെ എന്ത് ചെയ്യും? അത് പിന്നെ പ്രധാന ഭക്ഷ്യവസ്തു പിന്നെ ജീവിക്കാനുള്ള പ്രധാന ഭക്ഷ്യവസ്തുവായിട്ട് തന്നെ ഉപയോഗിക്കും തമ്രിനെ. പിന്നെ അറുസാണെങ്കിൽ അത് ബുറിനോട് ഇതിനൊക്കെ സാമ്യമായിക്കണ്. ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളതിൽ, അളക്കപ്പെടുന്നതാണ് എന്നുള്ളതിൽ, കൂത്താണ് എന്നുള്ളതിൽ, ഗാലിബ് കൂത്താണ് എന്നുള്ളതിൽ. അപ്പോ ഇങ്ങനെ ഖിയാസായി. എന്നിട്ട് ഇപ്പൊ ഈ ഇല്ലത്താകാൻ സാധ്യതയുള്ള, അതായത് ബുറില് റിബവിയത്തിന്റെ ഇല്ലത്താകാൻ സാധ്യതയുള്ള എല്ലാം ഇപ്പൊ ഇവിടെ പറഞ്ഞു. എന്ത്? ഗാലിബ് കൂത്താകുക,
മുത്തലക്കം കൂത്താകുക, പിന്നെ മക്കീലാകുക, പിന്നെ മത്ഊമാകുക. ഈ കാരണങ്ങൾ, ഈ കാരണമാകാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും പറഞ്ഞു. സുമ്മ യുസ്ഖിത്തുൽ കൈല, പിന്നെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ കൈല്, കൂത്ത് ഇതൊന്നും മുഅ്തബറല്ല എന്ന് കൈലിനെയും കൂത്തിനെയും എഴുത്തിവാറിനെ തൊട്ട് സാക്കിത്താക്കുക. അത് രണ്ടും ഇല്ലിയത്തിൽ മുഅ്തബറല്ല എന്ന് സ്ഥിരപ്പെടുത്തുക. എങ്ങനെ സ്ഥിരപ്പെടുത്തുക? ബി തരീഖിഹി ഐ ബി തരീഖി ദാക്കൽ ഇസ്ഖാത്ത്, ആ ഇസ്ഖാത്തിന്റെ തരീഖിലൂടെ അത് ഒരു വസ്ഫ് ഇല്ലത്തിൽ മുഅ്തബറല്ല എന്ന് എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് അവാദിഹിന്റെ ബാബിൽ വരാൻ പോകുന്നുണ്ട്. ഹഫിയ അത് ലാഹിറല്ല, അല്ലെങ്കിൽ അത് മുൻളബിത്തല്ല, അല്ലെങ്കിൽ അതില്ലാതെ തന്നെ ഹുക്കുമ് സുബൂത്താകുന്നുണ്ട്, അല്ലെങ്കിൽ അതുണ്ടായിട്ട് ഹുക്കുമ് സുബൂത്താകുന്നില്ല. അല്ലെങ്കിൽ എന്താണ് അത് അതിന്റെ ആവശ്യമില്ലാതെ തന്നെ ഹുക്കുമ് സുബൂത്താകുമെന്ന് നെസ് കൊണ്ട് ഈമാവ് കൊണ്ട് സുബൂത്തായിക്കണ്. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകാണ്ട് എന്ത് ചെയ്യുക, വസ്ഫു മുഅ്തബറല്ല സുബൂത്താക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് ത്വഅമല്ലാത്ത ഒന്നും മുഅ്തബറല്ല എന്ന് നമുക്ക് സുബൂത്താക്കാൻ പറ്റും. ഏത് ഹദീസ് കൊണ്ട്? ഹദീസിൽ പറഞ്ഞ് അത്ത്അമു ബിത്ത്അമി റിബൻ, അത്ത്അമു ബിത്ത്അമി റിബൻ, ഭക്ഷ്യവസ്തുക്കള് അത് മക്കീലാവട്ടെ ആകാതെക്കട്ടെ, കൂത്താവട്ടെ ആകാതെക്കട്ടെ, ഗാലിബ് കൂത്താവട്ടെ ആകാതെക്കട്ടെ, മത്ഊമൊക്കെ റിബവിയാണ് എന്ന ഈ ഹദീസ്, ആ ഹദീസിന്റെ ഈമാൽ, ആ ഹദീസിന്റെ സൂചന കൊണ്ട് വരുന്നത് ത്വഅമല്ലാത്ത ഒന്നും മുഅ്തബറല്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് പറയാം. ഇങ്ങനെ നീട്ടി കുറെ ഖിയാസുകളെ കൊണ്ടുവന്ന് കണ്ട് ആ ഖിയാസുകളെ അടിയിലൊക്കെ ഉള്ള ജാമിഅത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇല്ലത്താണ് എന്ന് വാദിക്കുന്ന വസ്ഫ് കഴിച്ച് ബാക്കി എല്ലാ വസ്തുക്കളെയും മുഅ്തബറല്ല എന്ന് എന്ത് ചെയ്യുക, ആ മുഅ്തബറല്ല എന്ന് സുബൂത്താക്കാനുള്ള മാർഗത്തിലൂടെ സുബൂത്താക്കുക. അപ്പൊ ഇവിടെ ഈ വസത്തിന് എന്തുണ്ടായി? ഒരു ഫായിദ ഉണ്ടായി. നേരെ മറിച്ച് നേരെ തുഫാഹിനെ എന്തിനോട്, ബുറിനോട് ഖിയാസാക്കുകയാണെങ്കിൽ ഉടനെ ഹസ്മ്, മുനാദറിയിലുള്ള ഹസ്മ് കൊണ്ട് പറയും, അതിന് ബുറ് റിബവിയായത് മത്ഊമായത് കൊണ്ടാണ് എന്ന് ഞാൻ സമ്മതിക്കൂല. ബുറിൽ എന്തെല്ലാം ഉണ്ട്? പ്രധാന കൂത്താന്നുള്ളതുണ്ട്, മുത്തലക്ക കൂത്താന്നുള്ളതുണ്ട്, മക്കീലാന്നുള്ളതുണ്ട്, മത്ഊമാന്നുള്ളതുണ്ട്. ഇങ്ങനെ ഒരുപാട് വസ്തുക്കളില്ലേ? അതിൽ നിന്ന് മത്ഊമാകുക എന്നുള്ളത് മാത്രമല്ലേ തുഫാഹിലുള്ളൂ. അതുകൊണ്ട് തുഫാഹി റിബവി, ബുറ് പോലെ റിബവിയാണ് എന്ന് ഞാൻ സമ്മതിക്കൂല എന്ന് നേരെ ഖസ്മ് ചോദ്യം ചെയ്യും. അപ്പോ ചോദ്യം ചെയ്താൽ പിന്നെ അതിന് മറുപടി അറിയേണ്ടി വരും. ഏറ്റവും നല്ലത് ചോദ്യം തന്നെ വരാതെക്കലാണല്ലോ. അപ്പൊ ചോദ്യം തന്നെ ആദ്യം തന്നെ ചോദ്യം വരാതെക്കുന്ന രൂപത്തിൽ ഖിയാസ് രൂപപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഈ രൂപത്തിൽ പറയണം. തുഫാഹിനെ ആദ്യം ജബീബിനോട് ഖിയാസാക്കുക, പിന്നെ ജബീബിൻ എന്തിനോട് ഖിയാസാക്കുക? തമ്രിനോട് ഖിയാസാക്കുക, തമ്രിന് അറുസിനോട് ഖിയാസാക്കുക, അറുസിന് എന്തിനോട് ഖിയാസാക്കുക? ബുറിനോട് ഖിയാസാക്കുക. എന്നിട്ട് ഇതിന്റെ അടിയിലൊക്കെ ഉള്ളതായിരിക്കുന്ന ഈ ത്വഅമല്ലാത്ത എല്ലാ വസ്തുവും ഇല്ലത്തിന് പറ്റാത്തതാണ് സുബൂത്താക്കുക. അപ്പൊ ഇവിടെ ഹസ്മിന്റെ ഇഅ്തിറാദ് വാരിദാകാതെ തന്നെ ഖിയാസ് താമാകുക എന്നുള്ളതായിരിക്കുന്ന ഒരു ഫായിദ ഉണ്ട്. അത് വലിയൊരു ഫായിദയാണ്. കാരണം ഒരു ദലീലിന് ചോദ്യം വന്നിട്ട് അതിന് മറുപടി കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആദ്യം തന്നെ ചോദ്യം വരാത്ത രൂപത്തിൽ ദലീല് ക്രോഡീകരിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഓരോ വസ്ഫിന്റെയും ഇല്ലീയത്തിനെ മന്നയും ഹസ്മ മന്ന ചെയ്താല് അതിനൊക്കെ മറുപടി കൊടുത്തുകാണ്ട് മുനാവറ എന്ത് ചെയ്യും? ദീർഘിക്കും. മുനാവറ കഴിയുന്നതും ചുരുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഈ വസത്തിന് ഇങ്ങനെ ഫായിദ ഉണ്ട്. അതുകൊണ്ട് വസത്താകാൻ പറ്റും.
ولو قيس ابتداء عليه نعم فيثبت أن العلة الطعم وحده. അപ്പൊ തുബൂത്താവും എന്ത് ബുറ് രിബവിയാകാനുള്ള കാരണം വെറും ഭക്ഷ്യവസ്തുവാകലാണ്. വന്ന തുഫാഹ രിബവിയും കൽബുരി. അപ്പൊ തുഫാഹും എന്താണ് ബുറ് പോലെ രിബവിയാണ്. ولو قيس ابتداء عليه ولو قيس ولو قيس ولو قيس ولو قيس أي هو أي തുഫാഹ് തുഫാഹിനെങ്ങാനും ഖിയാസാക്കുകയാണെങ്കിൽ ഇബ്തിദാ നേർക്കുന്നേരെ തുഫാഹിനെ ബുറിനോട് ഖിയാസാക്കുകയാണെങ്കിൽ ബിജാമിഉ തുഅമി തുഅം എന്ന ജാമിഉ കൊണ്ട് ഖിയാസാക്കുകയാണെങ്കിൽ ലം യസ്ലം ആ ഖിയാസ് രക്ഷപ്പെടൂല. മിമ്മൻ യംനഉ ഇല്ലിയതഹു മിമ്മൻ യംനഉ ഇല്ലിയതഹു ആ തുഅമിന്റെ ഇല്ലിയത്തിനെ മൻഇയുന്നതായിരിക്കുന്ന ഖാസിമിന്റെ മൻഇനെ തൊട്ട് രക്ഷപ്പെടൂല. ഫഖദ് ളഹറ ലിൽ വസതി ബിത്തദ്രീജി ഫായിദത്തുൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? വസത്തിന് ഫായിദ തെദ്രീജ് കൊണ്ട് ഈ തെദ്രീജിലൂടെ വസത്തിന് ഫായിദ ളാഹിറായി. എന്താ ഫായിദ? വഹിയ സലാമത്തു മിൻ മൻഇ ഇല്ലിയത്തി തുഅമി ഫീമാ ദുകിർ. മേൽ പറയപ്പെട്ട ഉദാഹരണത്തില് ത്വമാണ് ഇല്ലത്ത് എന്ന് ഞാൻ സമ്മതിക്കൂല എന്ന ഹസുമന്റെ മൻഇൽ നിന്ന് രക്ഷപ്പെടുക. തിൽക്കൽ ഖിയാസാത്തു സഹീഹത്തൻ. അപ്പൊ ഈ ഖിയാസുകളൊക്കെ സഹിയാകും. بخلاف ما لو قيس التفاح على السفرجل والسفرجل على البطيخ والبطيخ على القثاء والقثاء على البري. നേരെ മറിച്ച് വസത്തിന് ഫായിദ ഇല്ലാത്തതായിരിക്കുന്ന ഉദാഹരണം ഏതാ? ഒരാള് തുഫാഹിനെ സഫർജലിനോട് ഖിയാസാക്കുക, എന്നിട്ട് സഫർജലിനെ ബത്തക്കനോട് ഖിയാസാക്കുക, ബത്തക്കനെ കക്കരിനോട്, കക്കരിനെ ബുറിനോട്. ഈ വസത്തുകൾക്ക് യാതൊരു ഫായിദയില്ല. കാരണം ബുറുമായിട്ട് ഈ തുഫാഹിനും തുഫാഹല്ലാത്ത എല്ലാറ്റിനുള്ളതായിരിക്കുന്ന ബന്ധം എന്താണ്? ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തുഫാഹിനെ സഫർജലിന്റെ മേലെ ഖിയാസാക്കി. ഏത് വിഷയത്തില്? മത്ഉമ എന്നുള്ള വിഷയത്തില്. സഫർജലിനെ ബത്തക്കനോട് ഖിയാസാക്കി. അവിടെ നമുക്ക് പറയാൻ പറ്റുമോ? സഫർജലും ബത്തക്കീലും അത് മത്ഉമാണ് എന്നുള്ളത് കൊണ്ട്, രണ്ടും മക്കീലാന്നുള്ളത് കൊണ്ട് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാല് ബത്തക്കനെ ഖിസാവിനോട് ഖിയാസാക്കി. ബത്തക്കീൻ ഖിസാവ് വെച്ച് എന്താ ബന്ധം? രണ്ടും മത്ഉമ എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ ഖിസാവും ബുറുമായിട്ടും അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തില്ല? ഈ വസത്തിന് ഫായിദ ഇല്ല. ഇങ്ങനെ വസത്തിന് ഫായിദ ഇല്ലെങ്കിൽ മഖീസ് അലൈഹി ഫർആകാൻ പറ്റൂല, മഖീസാകാൻ പറ്റൂല. നേരെ മറിച്ച് വസത്തിന് ഫായിദ ഉണ്ടെങ്കിൽ മഖീസ് അലൈഹി ഫർആകാൻ, മഖീസാകാൻ പറ്റും എന്ന്. പിന്നെ فإنه لا فائدة للوسط فيها لأن نسبة ما عدا البر إليه لأن نسبة ما عدا البر ما عدا البران وما عدا البرين വായിച്ചേണ്ടിയത് മാ അദൽ ബുറാന്നാണ്. അതാന്ന് പറഞ്ഞാൽ ഇവിടെ ജാവസ എന്നുള്ള മാനാക്ക് മാദിയായ പേരാ. അൽ ബുറ എന്ന മഫ്ഊൽ ബിഹിയാണ്. അദൽ ബുറ എന്ന് പറഞ്ഞ മാന്റെ സിലെ. അപ്പൊ لأن نسبة ما عدا البر لأن نسبة ما جاوز البر إليه بالطعم. نعم. അപ്പോ لأن النسبة ما عدا البر ബുറല്ലാത്ത എല്ലാ, അത് സഫർജലായിക്കോട്ടെ, തുപ്പാഹായിക്കോട്ടെ, പത്തക്കായിക്കോട്ടെ, കിസ്സ ആയിക്കോട്ടെ, അതിനൊക്കെ ബുറുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളത് മാത്രമാണ്. ദൂനിൽ കൈലികൾ കൂത്തി, അതിലൊന്നിലൊന്നും കയ്യിലൊന്നും കൂത്തൂല്ല. ഇങ്ങനെ എന്ത് ചെയ്തു? മുസന്നിഫ് ഈ ഇതിനെ ദഫ്അ ചെയ്തു.
എന്നിട്ട് പിന്നെ ഷാരിഹ് മുസന്നിഫിനെ ഭയങ്കര ഇത്റാദ് ചെയ്യാണ്. നഅം واعترض على المصنف بأن في قوله هنا مع قوله قبل ومن شرطه ثبوته بغير القياس تكرارا. മുസന്നിഫ് ഇതിന്റെ മുമ്പ് ഈ മഖീസ് അലൈഹിന്റെ ഹുക്മിന്റെ ഷർത്തായി പറഞ്ഞിട്ടുണ്ട്. ഇത് മഖീസ് അലൈഹിന്റെ ഹുക്മ് ഖിയാസ് കൊണ്ട് സുബൂത്താകാതിരിക്കൽ ഷർത്താണ് എന്ന്. അവിടെ ഷാരിഹന്റെ കാരണം പറഞ്ഞു. രണ്ട് ഖിയാസുൽ ഇല്ലത്തൊന്നാണെങ്കിൽ രണ്ടാം ഖിയാസ് വെറുതാവും, അല്ലെങ്കിലോ രണ്ടാം ഖിയാസ് മുന്നക്കിതാവൂല. അപ്പോ അതും ഇതുമായിട്ട് തക്റാറായില്ലേ, ആവർത്തനമായില്ലേ. അവിടെ പറഞ്ഞ് മഖീസ് അലൈഹിന്റെ ഹുക്മ് ഖിയാസ് കൊണ്ട് സുബൂത്തായതാകാൻ പാടില്ല. ഇവിടെ പറഞ്ഞ് മഖീസ് അലൈഹി മഖീസാകാൻ പാടില്ല. മഖീസ് അലൈഹി മഖീസാകുക എന്ന് പറഞ്ഞാലും മഖീസ് അലൈഹിന്റെ ഹുക്മ് ഖിയാസ് കൊണ്ട് സുബൂത്താകുക പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പൊ അത് രണ്ടും തക്റാറായില്ലേ. തക്റാറായി എന്ന് മാത്രല്ല, അവിടെ മുസന്നിഫ് പറഞ്ഞത് മഖീസ് അലൈഹിന്റെ ഹുക്മ് ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പാടില്ല. അവിടെ കൈതൊന്നും പറഞ്ഞിട്ടില്ല. മഖീസ് അലൈഹിന്റെ ഹുക്മ് ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പാടില്ല വസത്തിന് ഫായിദണ്ടായാലല്ലാതെ. വസത്തിന് ഫായിദണ്ടായാല് എന്താണ് പറ്റും എന്ന് അവിടെ ആ കൈത പറഞ്ഞില്ല. അപ്പൊ തക്റാറായി എന്ന് മാത്രല്ല, മുസന്നിഫ് രണ്ടാമത് പറഞ്ഞ് ഒന്നാമത് പറഞ്ഞതിനോട് എതിരുമായി കഴിഞ്ഞു. കാരണം ഒന്നാമത് പറഞ്ഞ മഖീസ് അലൈഹിന്റെ ഹുക്മ് ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പാടില്ല എന്ന് മുത്തലഖനാണ് പറഞ്ഞിട്ടുണ്ട്, കൈതൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ പറഞ്ഞു മഖീസ് അലൈഹി മഖീസാകാൻ പാടില്ല വസത്തിന് ഫായിദണ്ടായാലല്ലാതെ എന്ന് പറഞ്ഞു. അപ്പൊ ഇഖ്റാറുമായി, ആദ്യം പറഞ്ഞതിന് എതിരുമായി. അങ്ങനെ ഇഖ്റാവ് വാജാബ. അപ്പൊ മുസന്നിഫായ ഇഖ്റാറിന് മറുപടി എടുത്തു. بقوله لا يلزم من اشتراط كونه غير فرع ثبوته بغير القياس. അത് മഖീസ് അലൈഹിന്റെ ഹുക്മ് മഖീസ് അലൈഹി മഖീസ് അലൈഹി ഫർഅ ആകാതക്കൽ ഷർത്താണ് എന്നതിനാൽ മഖീസ് അലൈഹി മഖീസാകാതക്കൽ ഷർത്താണ് എന്നതിനാൽ മഖീസ് അലൈഹിന്റെ ഹുക്മ് ഖിയാസ് അല്ലാത്തത് കൊണ്ട് സുബൂത്താകൽ ഷർത്താണ് എന്ന് വരൂല. ലിഅന്നഹു ഖദ് യസ്ബുതു ബിൽ ഖിയാസി, ചിലപ്പോ അത് ഖിയാസ് കൊണ്ട് സുബൂത്താവും. പക്ഷേ വലായകൂനു ഫർഅൻ ലിൽ ഖിയാസിൽ മുറാദി സുബൂത്തുൽ ഹുക്മി ഫീഹി. പക്ഷേ ഏതൊരു ഖിയാസ് കൊണ്ടാണോ ഹുക്മ് സുബൂത്താക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഖിയാസിന് ഫറാവൂല. ഖിയാസ് കൊണ്ട് സുബൂത്താവും, പക്ഷേ ഏതൊരു ഖിയാസ് കൊണ്ടാണോ ഹുക്മ് സുബൂത്താക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഖിയാസിന്റെ ഫറാവൂല. ഖിയാസ് കൊണ്ട് സുബൂത്താവും, അതേസമയം ചിലപ്പോ ഖിയാസ് കൊണ്ട് സുബൂത്താവും, പക്ഷേ ഏതൊരു ഖിയാസ് കൊണ്ടാണോ ഹുക്മ് സുബൂത്താനാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഖിയാസിന്റെ ഫറാവൂല. അപ്പൊ രണ്ടും രണ്ടാണ്, തക്റാറില്ല. പിങ്കാന ഫറാന്റെ അസുലിൻ ആഖർ, മറ്റൊരു അസുലുള്ള നോക്കിയിട്ട് അത് ഫറാണെങ്കിലും ഈ ഉദാഹരണത്തിലുള്ള തന്നെ ഇവിടെ ഇപ്പോ ഹുക്മ് സുബൂത്താക്കാൻ ഉദ്ദേശിച്ച ഖിയാസ് ഏതാണ്? തുഫാഹിനെ ബുറിനോട് ഖിയാസാക്കലാണ്. അതിലെന്ത് ചെയ്യണില്ല, ഈ പറഞ്ഞ സബീബാണെങ്കിലും തമ്രാണെങ്കിലും അറുസാണെങ്കിലും അതൊന്നും എന്ത് ചെയ്യണില്ല, ഈ ഖിയാസിൽ ഫറാണില്ലല്ലോ. അതേസമയം ഖിയാസ് കൊണ്ട് സുബൂത്താവണുണ്ട്. ഖിയാസ് കൊണ്ടാണല്ലോ അറുസിന്റെ റിബവിയത്ത് സുബൂത്താണ്. അതുപോലെ തമ്രിന്റെ റിബവിയത്തും സുബൂത്താണ്. അതുപോലെ സബീബിൻ്റെതും എല്ലാം സുബൂത്താണ് ഖിയാസ് കൊണ്ടാണ്. അതേസമയം ഇവിടെ ഹുക്മ് സുബൂത്താക്കൽ കൊണ്ട് ഉദ്ദേശിച്ച മെയിൻ ഖിയാസ് ഏതാണ്? തുഫാഹിനെ ബുറിനോട് ഖിയാസാക്കലാണ്. അതില് അതൊന്നും അസുലായിട്ടില്ല.